കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ സർക്കാർ ഇടുക്കിക്ക് സമ്മാനിച്ചത് ദുരന്തവും ദുരിതവുമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. സമസ്ത മേഖലകളിലുമുള്ള ആളുകളെ വഞ്ചിച്ച് ഈ സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെതിരെയുള്ള ജനകീയ രോഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുമെന്നും അലോഷ്യസ് സേവ്യർ അടിമാലിയിൽ പറഞ്ഞു. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കിക്കാണുന്നത്. മത്സരിക്കുന്ന 5 സീറ്റിൽ 5ഉം ഇത്തവണ UDF ജയിക്കും. ഇടുക്കിയെ മിടുക്കിയാക്കാൻ ഇടുക്കിയിലെ 5 സാരഥികളും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ UDFിൻ്റെ മുഴുവൻ സാരഥികളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും. മാറാൻ ഉറച്ചിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ പൊറുതിമുട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാം നിൽക്കുമ്പോൾ അതിനെതിരെ വലിയ ജനകീയ രോക്ഷം ആളിക്കത്തുമ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സമ്മതിദാനം കൃത്യവും വ്യക്തവുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് ഉണ്ടാകുന്ന ഭൂവിഷയങ്ങളുണ്ട്, പട്ടയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ ലാൻഡ് റെഗുലറൈസേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ അങ്ങനെ നിരവധിയായിട്ടുള്ള കാർഷിക മേഖലയിലെ വിഷയങ്ങൾ നമുക്കറിയാം. ഈ മാനാനിമൽ കോൺഫ്ലിക്റ്റ്, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമെല്ലാം വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നു. കാർഷിക മേഖലയിലെ വിളകൾക്ക് വിലയില്ല, അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെതായിട്ടുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. കഴിഞ്ഞ ഈ 10 വർഷക്കാലം പിണറായി വിജയൻ ഇടുക്കിക്ക് സമ്മാനിച്ചത് ദുരന്തവും ദുരിതവുമാണ്. ഇടുക്കി പാക്കേജ് എന്ന് പോലും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലേക്ക് പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു, കർഷകരെ വഞ്ചിച്ചിരിക്കുന്നു, തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാരിനെതിരെ ഇടുക്കിയിലെ പൊതുജനങ്ങൾ അവരുടെ ജനകീയ രോക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല.